ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൺസേൺ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളുടെ ബാക്ക്ലോഗ്സ് അല്ലെങ്കിൽ പെൻഡിങ് ചാപ്റ്റേഴ്സ്. അതായത് ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസം ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ലോഞ്ച് ചെയ്തു. അവിടെ ചാറ്റ് ബോക്സിൽ വന്ന് മക്കൾ ചോദിച്ച ഏറ്റവും കൺസേൺ ചെയ്യുന്ന കാര്യമാണ് ബാക്ക്ലോഗ്സ് എങ്ങനെ ക്ലിയർ ചെയ്യും, കുറേ ചാപ്റ്റേഴ്സ് പെൻഡിങ് ആയി, കുറേ കാരണം കൊണ്ട് ലാഗായി പോയി എന്നൊക്കെ ഉള്ളത്. അതേപോലെ പിന്നെ നമ്മളിപ്പോൾ ലൈവ് ക്ലാസ് ആണെങ്കിലും ആപ്പിൽ ലൈവ് നടക്കുമ്പോഴാണെങ്കിലും ഒക്കെ മക്കൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കൺസേൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, അയ്യോ എനിക്ക് കുറേ പെൻഡിങ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബാച്ച് ഫോളോ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ബാച്ചിൽ നിന്നും ലീവ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ആലോചിക്കരുത്. നിങ്ങൾ എത്ര പുറകിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഓൺ ട്രാക്കിലേക്ക് എത്താം. അതിനുള്ള വഴിയൊക്കെ മിസ് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളിപ്പോൾ ഓൺ ഗോയിങ് ബാച്ചിനെ ലീവ് ചെയ്യുന്നത് നല്ലൊരു തീരുമാനമല്ല. കാരണം അത് നിങ്ങളെ കൂടുതൽ ബേർഡൻ ആക്കേയുള്ളൂ, നിങ്ങളെ ഓവർ ബേർഡൻഡ് ആക്കേയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് ബാച്ചാണോ ഫോളോ ചെയ്യുന്നത് ആ ബാച്ച് ഇപ്പോൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് അതിൻ്റെ ക്ലാസ്സസ് ഇപ്പോൾ ഏത് ചാപ്റ്ററാണോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പഠിച്ചു പോവുക. പിന്നെ ഇതിന് മുമ്പുള്ളത് കുറേ എനിക്ക് അറിയില്ല, കുറേ ഞാൻ പെൻഡിങ് ആക്കി എന്ന്. അപ്പോൾ അത് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടുള്ള കൺസേണുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ ഡെയിലി സ്റ്റഡി റൂട്ടീൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി നമുക്ക് ബാക്ക്ലോഗ്സ് കവർ ചെയ്തെടുക്കാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം പെൻഡിങ് ചാപ്റ്റേഴ്സ് ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ലിസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഒരു ടൈം ടേബിൾ പറഞ്ഞു തന്നാലോ, ഏതെങ്കിലും ഒരു ടോപ്പറോ അല്ലെങ്കിൽ ഒരു ആരുടെയെങ്കിലുമൊക്കെ സ്റ്റഡി ടൈം ടേബിൾ കേട്ടാലോ, ബാക്ക്ലോഗ്സ് ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നു കേട്ടാലോ, ഒരു സ്പെസിഫിക് ലിസ്റ്റ് ഓഫ് ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഞാനൊരു ടൈം ടേബിൾ പറഞ്ഞു തന്നാൽ അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവില്ല. കാരണം നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ ലിസ്റ്റാണ്. അത് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് അതായിരിക്കില്ല. അപ്പോൾ അവർ പഠിക്കുന്ന റുട്ടീൻ, അവർ പഠിക്കുന്ന ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് അറിയാത്തത്. പെൻഡിങ് അല്ലെങ്കിൽ ബാക്ക്ലോഗ് എന്ന് പറയുമ്പം അത് നിങ്ങൾ ക്ലാസ് കാണാത്ത ചാപ്റ്റേഴ്സ് മാത്രമല്ല, അത് മക്കൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഏറ്റവും വലിയൊരു കാര്യം മക്കൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പെൻഡിങ് എന്താ, ഞാൻ ക്ലാസ് മിസ്സാക്കിയതുകൊണ്ട് എനിക്കത് പെൻഡിങ് ചാപ്റ്ററാണ്, ബാക്ക്ലോഗ് ചാപ്റ്ററാണ്. അങ്ങനെയല്ല. നിങ്ങൾ ക്ലാസ് കണ്ടിട്ടും നിങ്ങൾ ക്ലാസ് കൃത്യമായി അറ്റൻഡ് ചെയ്തിട്ടും നിങ്ങൾ റെക്കോർഡ് വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ പെൻഡിങ് ടോപ്പിക്കാണ്. നിങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു, മോക്ക് എക്സാം ഉണ്ടായിരുന്നു, അതിന് നിങ്ങൾക്ക് ഇന്ന ചാപ്റ്റർ ഫുള്ളായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചിട്ട് പോകണമായിരുന്നു, നിങ്ങൾക്കത് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതും നിങ്ങളുടെ പെൻഡിങ് ചാപ്റ്ററാണ്. അപ്പം അത് ആദ്യം മക്കൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഏതാണ് നിങ്ങളുടെ പെൻഡിങ് ലിസ്റ്റ് ഓഫ് ചാപ്റ്റേഴ്സ്. ഓരോ സബ്ജക്റ്റിൻ്റെയും ലിസ്റ്റ് മക്കൾ എഴുതുക. ഇനി ഈ ലിസ്റ്റ് എഴുതിയതിന് ശേഷം നമുക്ക് എല്ലാം അപ്പം നമുക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് പഠിച്ചു പോകാൻ പറ്റില്ല. അതൊരു വലിയ ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി തിരിക്കണം. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ സെലക്ട് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയ ലിസ്റ്റിൽ നമ്മൾ നീറ്റിൻ്റെ ഒരു കഴിഞ്ഞ 10 വർഷത്തെ PYQs നമ്മൾ റെഫർ ചെയ്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നീറ്റ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ എത്രയോ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്താ പറയുക നമ്മുടെ എക്സസൈസിലൂടെയും എക്സാമുകളിലൂടെയും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അതിനെ സെഗ്രിഗേറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ അപ്പോൾ എന്തുണ്ട്, ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ചാപ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കാണെങ്കിൽ നമുക്ക് ഓൾറെഡി ലൈവ് ക്ലാസ് ഉണ്ട്, അതിൻ്റെ പേൾ വീഡിയോസ് കാണണം, അതിൻ്റെ എക്സസൈസ് ചെയ്യണം, എക്സാം എഴുതണം, അതിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടി മുമ്പോട്ട് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഫുൾ ചാപ്റ്റർ ഇരുന്ന് പഠിക്കാനുള്ള സമയം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം വലിയ ചാപ്റ്ററാണ്, ഹൈ വെയിറ്റേജ് ചാപ്റ്ററാണ്, വലിയ ചാപ്റ്റർ ആണെങ്കിൽ നമ്മൾ ഈ PYQs റെഫർ ചെയ്യില്ലേ, അപ്പോൾ നമുക്കറിയാൻ പറ്റും മോസ്റ്റ് റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് 80-20 റൂൾ എന്നാണ്. അതായത് ഐഡൻറ്റിഫൈ 20% ഓഫ് ദ ടോപ്പിക്സ് ദാറ്റ് ഈസ് ആസ്ക്ഡ് 80% ഓഫ് ദ ടൈം. ഇതിനാണ് നമ്മൾ 80-20 റൂൾ എന്ന് പറയുക. അതായത് 80% പ്രാവശ്യം ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു 20% ടോപ്പിക് ഒരു ചാപ്റ്ററിൽ ഉണ്ടാകും. അത് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ടോപ്പിക്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീഡിയോസ് കാണും. നമ്മളിപ്പോൾ ഡെയിലി നിങ്ങൾക്കൊരു സ്റ്റഡി സ്ലോട്ടൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു റെഗുലർ ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം 6:30 വരെയൊക്കെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ 7 to 9 ഒരു സ്റ്റഡി സ്ലോട്ട്, അത് കഴിഞ്ഞൊരു 9:30 to 11:30 രണ്ടാമത്തെ സ്റ്റഡി സ്ലോട്ട് ആണെങ്കിൽ, ഇതിൽ എവിടെ വേണമെങ്കിലും, അല്ലെങ്കിൽ ഇനി ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ മോർണിംഗ് ഒരു സ്റ്റഡി സ്ലോട്ട്, ഒരു 2 hour സ്റ്റഡി സ്ലോട്ട് എടുക്കുക. നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ. മൺഡേ ട്യൂസ്ഡേ ഞാൻ ഫിസിക്സിൻ്റെ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യും, വെൻസ്ഡേ തേഴ്സ്ഡേ ഞാൻ കെമിസ്ട്രിയുടെ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യും, ആൻഡ് ഫ്രൈഡേ സാറ്റർഡേ ഞാൻ ബയോളജിയുടെ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യും. സൺഡേ ഞാൻ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പം നിങ്ങളുടെ ഈവനിങ് സ്റ്റഡി സ്ലോട്ടിൽ ഒരു 2 hours
ദിവസം നമുക്ക് കിട്ടുകയാണെങ്കിൽ, സെൽഫ് സ്റ്റഡി ടൈം കിട്ടുകയാണെങ്കിൽ അതിൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ ടോപ്പിക്ക് പഠിക്കണം. ഞാൻ മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളെ ഏറ്റവും കൂടുതൽ ബോദർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത്, നിങ്ങൾ അന്നന്നത്തെ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ബോദർ ചെയ്യുന്നത് അയ്യോ എനിക്ക് അത് അറിയില്ലല്ലോ എന്നുള്ള കൺസേൺ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നതിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നത് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിൽ നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യണം. ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റൻറ്റീവ് ആവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ സമാധാനിപ്പിക്കണം. ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്, ഞാൻ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ സ്റ്റഡി സ്ലോട്ടിൽ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാൻ സ്പെസിഫിക് ടൈം ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നമ്മളുടെ ഈവനിങ് സ്റ്റഡി സ്ലോട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ലോട്ട് നിങ്ങൾ എടുക്കുക, ഒരു 2 hours ഈ ചാപ്റ്റേഴ്സിലെ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാം, നിങ്ങൾക്ക് റെക്കോർഡഡ് ലൈവ് ക്ലാസ്സിൻ്റെ വീഡിയോ ആപ്പിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്, അത് ചെയ്യാം. അതിനുശേഷം ടോപ്പിക്ക് തറവായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആക്റ്റീവ് റീകോൾ ഒക്കെ ചെയ്യാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് റീകോൾ ചെയ്ത് നോക്കുക, എഴുതി നോക്കുക, എന്ത് വേണമെങ്കിലും ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കിൻ്റെ ചെയ്ത് നോക്കുക. അത് നമുക്ക് കിട്ടുന്നുണ്ട്, ഓക്കെ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. നമ്മൾ NCERT വായിക്കും. NCERT നല്ലപോലെ വായിക്കുക. അതിനുശേഷം കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് ടോപ്പിക്കുകൾ, ഇപ്പം ഒരു ദിവസം നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം തിങ്കളും ചൊവ്വയും നിങ്ങൾ ഫിസിക്സിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ ചിലപ്പോൾ ഒരു ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾ നോക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ടേക്ക് യുവർ ടൈം. നിങ്ങൾ ഒട്ടും റഷ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പം സഹിലത്തിൻ്റെ ഓൺലൈൻ ബാച്ചിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ വരും. നമുക്ക് ഇനി XPL വരുന്നുണ്ട് അല്ലേ, ഒരുപാട് സെറ്റ്സ് ഓഫ് എൻഡ് ഗെയിം വരും, ഒരുപാട് സെറ്റ്സ് ഓഫ് റിവിഷൻസ് നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾ വീണ്ടും ഈ ടോപ്പിക്സ് റിവൈസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷേ ഇപ്പം നിങ്ങളെ ഈ ബോധർ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന കാര്യം ഈ ബാക്ക്ലോഗ് ചാപ്റ്റേഴ്സ് ആണെങ്കിൽ മിസ് പറഞ്ഞ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇടുന്നുണ്ട് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനും ആ ഒരു റുട്ടീനിൽ പോകാനും പറ്റും. അപ്പോൾ എന്നും നിങ്ങൾ ഇങ്ങനെ ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കി ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ആ ഒരു ഇതിലെത്തും. അതായത് ഓക്കെ, ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, കുറച്ചൊക്കെ എനിക്കറിയാം. പിന്നെ അടുത്ത GIB എക്സാം വരുമ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ചില മക്കൾ അറിയില്ല, മിസ്സേ എനിക്ക് ആദ്യം മുതലേ ഉള്ളത് അറിയില്ല, ഫിസിക്സ് എനിക്ക് ആദ്യം മുതലേ ഉള്ളത് അറിയില്ല. ആദ്യം മുതലേ ഉള്ളത് പഠിച്ചോളൂ. കാരണം നിങ്ങളെ അതാണ് ഏറ്റവും ബോധർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് പഠിക്കണം. മിസ്സ് പറഞ്ഞതുപോലെ ലിസ്റ്റ് ഉണ്ടാക്കുക, പിന്നെ അതിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ വീഡിയോസ് കാണുക, അത് പഠിക്കുക. ഫുൾ ചാപ്റ്റർ ആദ്യം മുതൽ എൻഡ് വരെ പഠിക്കണ്ട. കാരണം പിന്നെ റിവിഷൻ തുടങ്ങുമ്പോൾ നിങ്ങളെ ഫുൾ ചാപ്റ്റർ ഒന്നും കൂടി ഞങ്ങൾ പഠിപ്പിക്കും, ഒന്നും കൂടെ നമ്മൾ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കവർ ചെയ്ത് പോവാം. സോ അങ്ങനെ കവറപ്പ് ചെയ്ത് പോവാം, പതുക്കെ സ്മോൾ സ്റ്റെപ്സ്. പക്ഷെ മേക്ക് ഷുവർ യു മേക്ക് ദാറ്റ് സ്മോൾ സ്റ്റെപ്പ്. ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ നാളെ എന്താവും, അയ്യോ എനിക്ക് കിട്ടുമോ എന്ന് ആങ്ഷ്യസ് ആയിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. സോ start taking small steps and definitely you will succeed. I hope this video was helpful. Good luck.